കരൂരിൽ ഈ ഒരു വേലുച്ചാമിപുരം അല്ലാതെ വേറെ ഈ കൃത്യമായി പരിപാടികൾ നടത്താൻ കഴിയുന്ന ഗ്രൗണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൗണ്ട് ഉണ്ട്, അത്യാവശ്യം വലിയ സ്പേസുള്ള സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ ഈ മറ്റേ എന്താ പറയാ മുനിസിപ്പാലിറ്റി അല്ല വേലുച്ചാമിപുരമില്ലേ കുറേ സ്ഥലമൊക്കെ ഉണ്ട് മീറ്റിംഗ് നടത്താനായിട്ട്. ഈ നേരത്തെ ആണെങ്കിൽ കഴിഞ്ഞ ഒരു പാർട്ടിക്കാരുടെ ഒരു ഫംഗ്ഷൻ നടന്നായിരുന്നു. അവിടെ 1,00,000 ആൾക്കാർ അല്ലാതെ 3 ലക്ഷം ആൾക്കാരൊക്കെ വരണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ 1 ലക്ഷം ആൾക്കാരാണ് വന്നത്. ആ ഗ്രൗണ്ടൊക്കെ എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ എവിടെ ഏത് ഗ്രൗണ്ട് അത് വെങ്കക്കൽ കോടങ്കിപ്പട്ടി അവിടെ ഒരു പാർട്ടിക്കാർക്ക് കൊടുത്തായിരുന്നു, DMK കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ അനുമതി ചോദിക്കുമ്പോൾ കളക്ടറും ഇതിലുള്ള പോലീസുകാരും SP ഒക്കെ പെർമിഷൻ ഇല്ലാന്നൊക്കെ പറഞ്ഞായിരുന്നു. സ്ഥലം ഒന്നുകൂടെ പറയാം. കോടങ്കിപ്പട്ടി. കോടങ്കിപ്പട്ടിയിൽ TV-ക്ക് അനുമതി ചോദിച്ചിരുന്നു, പക്ഷെ കൊടുത്തില്ല. അവർ ഈ സ്ഥലത്തേക്ക് മാത്രമാണ് ഉള്ളത്. ADMK പാർട്ടിക്കായാലും ആ സ്ഥലം തന്നെ, ഇപ്പം വിജയ്ക്കായാലും ഈ സ്ഥലം തന്നെ കൊടുത്തായിരുന്നു. ഇവരൊക്കെ നടന്നായിരുന്നു. അതിന് യാതൊരു പ്രശ്നമില്ലാതെ അവിടെ പരിപാടി നടന്നായിരുന്നു. അല്ല, കുറവുണ്ടായിരുന്നു. കുറവെന്ന് വെച്ചാൽ വലിയ വലിയ ആൾക്കാരാണ്, കൊച്ചുകളൊക്കെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഇവിടെ വിജയെ കാണാൻ വേണ്ടി ഒരു ആക്ടേഴ്സ് ആയത് കാരണം കൂടെ ഒരു കൊതിയായിട്ടാണ് അവിടെ വന്നത്. ഭയങ്കര ജനമായിരുന്നു. കൂടുതൽ ജനമായിരുന്നു. നല്ല ജനമായിരുന്നു. നേരം വൈകിയപ്പോൾ കുറച്ചുകൂടി ആളുകൾ കൂടുതലായി എത്തി. നേരം വൈകാൻ കാരണം പുള്ളി വരുന്ന വഴിയിലൊക്കെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഞങ്ങൾ ഞങ്ങളൊരു 4 മണിക്കാണ് പോയത്. വീട്ടിൽ നിന്ന് 4 മണിക്കാണ് പോയത്. എത്തും പറഞ്ഞാൽ പുള്ളി അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കുറച്ച് ദൂരമുണ്ട്. പക്ഷെ വരുന്ന പുള്ളി വേറെ നമ്മക്കൽ പരിപാടി ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ തിരക്കുണ്ട്. അപ്പോൾ എല്ലാ ആളുകളെ ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്ന സമയത്തിന് അവരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? യഥാർത്ഥത്തിൽ ഇങ്ങി കിടക്കുന്ന അവസ്ഥയായിരുന്നു. എല്ലാവരും ഇങ്ങനെ എല്ലാം തൂക്കിയിട്ടാണ് കൊണ്ടുപോകുന്ന ആളുകളെ. ഇവരുടെ ഫാൻസുകാരനെ കൊണ്ടുപോയത്. അവിടുത്തെ ആളുകളും നാട്ടുകാരും ഫാൻസ് അവസ്ഥ കണ്ടിട്ടും വിജയ് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു, മുങ്ങി എന്നൊക്കെ. രക്ഷപ്പെടുന്നില്ല, പുള്ളിക്ക് ഇറങ്ങി വരാൻ കഴിയില്ല. അങ്ങനെ വരാൻ കഴിയില്ലല്ലോ പുള്ളി രക്ഷപ്പെട്ടൊന്നുമില്ല. പുള്ളി അവിടെ തന്നെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ലായിരുന്നു. അതന്നെ പുള്ളി 10 മിനിറ്റ് അവിടെ 3 മിനിറ്റ് പുള്ളി സംസാരിച്ചുള്ളൂ. പുള്ളി സംസാരിക്കാൻ ഇതെല്ലാം ഇങ്ങനെ കണ്ടപ്പോൾ പുള്ളിക്ക് സംസാരിക്കാൻ തോന്നില്ല. പുള്ളി നിർത്തി. ആളുകൾ ഈ കടകളുടെ മുകളിലും മരത്തിന് മുകളിലൊക്കെ കയറിയപ്പോൾ കുറച്ചുകൂടി അപകടം. അവിടെ അത്യാവശ്യം മരങ്ങളൊന്നും ഇല്ല. ആ ബിൽഡിങ്സ് മാത്രമേ ഉള്ളൂ. മരങ്ങളൊന്നും വളരെ കുറവാണ്. ഒരു മരത്തിന് മുകളിൽ കയറി ഒരു മരം മാത്രം അവിടെ വരുന്നുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ബിൽഡിംഗ്, ഇതുപോലത്തെ ബിൽഡിങ്ങിന് മേലെ ആളുകളുണ്ടായിരുന്നു. പിന്നെ കംപ്ലീറ്റും പെർമിഷൻ കൊടുത്ത ഇടത്തില് ലൈൻ കറണ്ട് കമ്പം പോയിട്ടുണ്ട്. അത് അല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചുകൂടെ പുറത്തായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കറണ്ട് പോയില്ലായിരുന്നെങ്കിൽ ആളുകൾ ആ ഭാഗത്ത് തന്നെ നിൽക്കുമായിരുന്നു അല്ലേ? കറണ്ട് പോയി ഭയങ്കര ഇരുട്ടായപ്പോൾ ആളുകൾ ഭയങ്കര ഒരു ഭീതി ശരിക്കും അവിടെ ഉണ്ടായി. സെൽഫോൺ ടവറൊക്കെ ജാമർ വെച്ച് കട്ട് ചെയ്ത് ആർക്കും റേഞ്ച് ഇല്ലായിരുന്നു. അപ്പം ഇത് ശ്രദ്ധിക്കുമ്പോൾ ഇത് സൂക്ഷിച്ച് ചെയ്തതാണോ ഇല്ല തന്നെ നടന്നതാണ് ദൈവത്തിനറിയാം. സത്യം പറഞ്ഞാൽ ഇവിടെ വലിയൊരു സ്ഥലം കൊടുക്കണമായിരുന്നു. സ്ഥലം ഉണ്ടായിട്ടും വലിയ സ്ഥലം കൊടുക്കണമായിരുന്നു. ആ സ്ഥലം കൊടുക്കാത്തതിന്റെ പേരിൽ കുറെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അത്ര തന്നെയാണ് പറയാനുള്ളൂ.